Hello everyone, welcome to Franklin's Lectures, India's #1 engineering educational platform. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ് S5-ലുള്ള PCMET 502 അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നാലോ. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് എന്താണ് നമുക്ക് മൊത്തത്തിലുള്ളത് എത്രയാണ്? ടോട്ടൽ 100 മാർക്സ് ആണ് നമുക്കുള്ളത്. സോ അതിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്കുള്ളത് എത്രയാണ്? 40 മാർക്സ് ആണ്. അതുപോലെ തന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ നമുക്കുള്ളത് എത്രയാണ്? 60 മാർക്സും ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. സോ നമുക്ക് എൻ സെമസ്റ്റർ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ വരുന്നത് എന്താണ്? 2.5 മണിക്കൂറാണ്. ദാറ്റ് ഇസ് 2 hours and 30 minutes ആണ് നമുക്ക് എൻ സെമസ്റ്റർ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം നമുക്കുള്ളത്. സോ നമുക്ക് ആ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് അതിന് മുമ്പായിട്ട് ടോട്ടൽ മാർക്സ് 100 ആണ്. അതിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് 40 മാർക്കാണ്. അതുപോലെ എൻ സെമസ്റ്റർ എക്സാമിനേഷന് നമുക്കുള്ളത് എന്താണ്? 60 മാർക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. സോ അടുത്ത എന്താണ്? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേൺ എന്താ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? അറ്റൻഡൻസിന് ഇറ്റ് ക്യാരീസ് 5 മാർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രൂഷ്യൽ. അറ്റൻഡൻസിന് എത്രയാണ്? 5 മാർക്ക് വേണം. അതുപോലെ തന്നെ അസൈൻമെന്റ് ഓർ പ്രോജക്ട് ദാറ്റ് ക്യാരീസ് എന്താണ്? 15 മാർക്സ് എന്ന് നമുക്ക് പറയാം. അസൈൻമെന്റ് ഓർ പ്രോജക്ട് അതിന് നമുക്ക് വരുന്ന എത്രയാണ്? 15 മാർക്സ് ആണ്. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ എന്താണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റേണൽ എക്സാമിനേഷൻ 1 ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 ആണ് ഉള്ളത്. സോ അതിന് ബോത്ത് ഇന്റേണൽ എക്സാം 1 ക്യാരീസ് 10 മാർക്ക് ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 ക്യാരീസ് എന്താണ്? 10 മാർക്സ് എന്ന് പറയാം. സോ ടോട്ടലി നമുക്ക് എന്താണ്? 40 മാർക്സ് ആണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്കുള്ളത്. സോ നമ്മൾ അത് ആദ്യം പറഞ്ഞിരുന്നു. സോ അടുത്ത് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? എൻ സെമസ്റ്റർ എക്സാമിനേഷൻസിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഓക്കെ, സോ എൻ സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ പാർട്ട് എ നമുക്കറിയാം, പാർട്ട് എയിൽ ദിസ് ഇസ് 2024 റെഗുലേഷൻ. സോ പാർട്ട് എയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതാണ്? അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ്? 3 മാർക്സ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, സോ ഇൻ പാർട്ട് എ ഓൾ ക്വസ്റ്റ്യൻ നീഡ്സ് ടു ബി എന്താണ്? ഇൻ പാർട്ട് എ ഓൾ ക്വസ്റ്റ്യൻ നീഡ്സ് ടു ബി ആൻസർഡ്. സോ എല്ലാ ക്വസ്റ്റ്യനും പാർട്ട് എയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതായത് നമുക്കറിയാം, നമുക്ക് 4 മൊഡ്യൂൾ ഉണ്ടാവും. 4 മൊഡ്യൂളിൽ നിന്ന് എന്താണ്? ഫ്രം 1 മൊഡ്യൂൾ ദർ വിൽ ബി 2 എന്താണ്? 3 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഇൻ പാർട്ട് ബി ഈച്ച് സ്റ്റുഡന്റ് ക്യാൻ ചൂസ് എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൊഡ്യൂൾ 1-ൽ നിന്ന് എന്താണ്? പാർട്ട് ബിയിൽ എന്താണ്? പാർട്ട് ബി ക്യാരീസ് എന്താണ്? നമുക്കറിയാം 9 മാർക്സ് ആണ്. പാർട്ട് ബി ക്യാരീസ് 9 മാർക്സ്. സോ 9 മാർക്സിൽ നിന്ന് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൊഡ്യൂൾ 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? മൊഡ്യൂളിൽ 1-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കാണും തീർച്ചയായിട്ടും. മൊഡ്യൂൾ 1-ൽ 2 പാർട്ട് ഉണ്ടാവും. സോ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഒരു 9 മാർക്ക്, സെക്കൻഡ് പാർട്ടിൽ നിന്ന് ഒരു 9 മാർക്ക്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇൻ പാർട്ട് ബി ഈച്ച് സ്റ്റുഡന്റ് ക്യാൻ ചൂസ് എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഔട്ട് ഓഫ് ദ 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് പാർട്ട് ബിയിലുള്ളത്. പാർട്ട് എയിൽ 3 മാർക്കാണ്, പാർട്ട് ബിയിൽ എന്താണ്? 9 മാർക്സുമാണ്. സോ നിർബന്ധമായിട്ട് എന്താണ്? 9 മാർക്ക് തന്നെ ചോദിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ഇറ്റ് ക്യാൻ ബി ആസ്ക് 4, 5 അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 5, 4 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ. യെസ്, സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽഡ് പാറ്റേൺ. പാർട്ട് എയിൽ വരുമ്പോൾ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഈച്ച് മൊഡ്യൂളിൽ നിന്ന് എന്താണ്? there will be 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈച്ച് മൊഡ്യൂളിൽ നിന്നാണ് ടോട്ടൽ 8 questions will be അല്ലെ. നമുക്ക് 4 മൊഡ്യൂളാണ് മൊത്തത്തിലുള്ളത്. സോ 4 into 2, സോ there will be എന്താണ്? 8 3 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈച്ച് ക്യാരിങ് എന്താണ്? ഈച്ച് ക്യാരിങ് 3 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ടോട്ടലി എന്താണ്? 4 മൊഡ്യൂൾ ഉണ്ട്. സോ there will be എന്താണ്? 8 questions ക്യാരിങ് എന്താണ്? 3 മാർക്സ്. സോ ടോട്ടലി നമുക്ക് എന്താണ്? 8 into 3 നമുക്ക് എത്ര മാർക്കാണ് വരുന്നത് അവിടെ? there will be 8 into 3 24 marks will be there asked from the 24 marks will be asked from part A എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ now moving on to part B. part B എന്താണ്? 2 questions will be asked from the ഒരു മൊഡ്യൂളിൽ നിന്ന് എന്താണ്? നമുക്ക് 2 ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഔട്ട് ഓഫ് വിച്ച് 1 question should be answered. സോ അതിൽ നിന്ന് ഈ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 subdivisions. സോ മാക്സിമം ആയിട്ടുള്ള സബ്ഡിവിഷൻസ് അവിടെ കാണാൻ ചോദിക്കേണ്ടത് എത്രയാണ്? 3 subdivision മാത്രമേ മാക്സിമം ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളൂ. സോ നമുക്ക് എക്സാമിൽ കോമൺലി എന്താണ്? 2 എന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കാറ്.
ഓക്കെ, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5-4 അല്ലെങ്കിൽ 4-5 6-3 എന്നൊക്കെ പറഞ്ഞ സബ് ഡിവിഷൻസ് ആണ് നമുക്ക് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ് പാർട്ട് ബിയിൽ 9 മാർക്സ് എന്ന് നമുക്ക് പറയാം. സോ there are 4 modules, so 4 into 9 നമുക്ക് എത്രയാണ് മൊത്തം 36 marks. So 36 plus, so ഈ 36 plus 24 we will be getting a total of എന്താണ് n സെമസ്റ്റർ എക്സാമിനേഷന്റെ ടോട്ടൽ മാർക്സ് എത്രയായിരിക്കും 60 മാർക്സ് ആയിരിക്കും n സെമസ്റ്റർ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, യെസ്. സോ നമുക്കിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ആദ്യം അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ് ഉണ്ടായിരുന്നല്ലോ സെമസ്റ്റർ 3 നമുക്കുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ നമ്മൾ പഠിച്ചു ട്രഡീഷണൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നമ്മൾ S3 മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പഠിച്ചത്. സോ അതിന്റെ ഒരു സക്സസർ ആണ് എന്ത് നമ്മുടെ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാം. S5 അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയർ. ഇവിടെ നമ്മൾ പഠിക്കുക എന്തായിരിക്കും നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഇവിടെ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ മോഡേൺ ആയിട്ടുള്ള മെഷീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ വളരെ മൈക്രോമീറ്റർ ലെവലിലുള്ള മെഷീനിങ് പ്രോസസ്സുകൾ അങ്ങനെ അല്ലെങ്കിൽ അഡിറ്റീവ് മെഷീനിങ് പ്രോസസ്സുകൾ. സോ ഇങ്ങനെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷീനിങ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ പിന്നെ ലാഡർ പ്രോഗ്രാമിംഗ് CNC പ്രോഗ്രാമിംഗ് ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ എന്തിൽ പഠിക്കുന്നത് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് CNC സിസ്റ്റം കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, കോമ്പണൻസ് ഓഫ് CNC സിസ്റ്റം, CNC സിസ്റ്റത്തിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടാവും, ക്ലാസിഫിക്കേഷൻ ഓഫ് CNC സിസ്റ്റം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ടു പോയിന്റ് ആൻഡ് കോൺടോറിംഗ് സിസ്റ്റം, ഇൻക്രിമെന്റൽ ആൻഡ് അബ്സല്യൂട്ട് പൊസിഷനിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻക്രിമെന്റൽ ആൻഡ് അബ്സല്യൂട്ട് പൊസിഷനിങ് പ്രോഗ്രാമിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഒരു ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്യുന്നത് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഇന്റർപോലേറ്റേഴ്സ്, സോ ലീനിയർ, സർക്കുലർ ആൻഡ് കംപ്ലീറ്റ് ഇന്റർപോലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ആൻഡ് മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് നമ്മൾ നോക്കും. മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ് എന്താണ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ APT ലാംഗ്വേജ്, അതിൽ വരുന്ന മോഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് എക്സസൈസസ് ഇൻ ടേണിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് മില്ലിംഗ് ഓപ്പറേഷൻസ്. സോ കോമൺലി നമ്മൾ നോക്കുന്നത് എന്താണ് ടേണിംഗ്, മില്ലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസിലായിരിക്കും നമ്മൾ CNC ആൻഡ് APT ലാംഗ്വേജ് വെച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നോക്കുകയും ചെയ്യുന്നത്. അതാണ് നമ്മൾ മൊഡ്യൂൾ 1 നോക്കുന്നത്. സോ മൊഡ്യൂൾ 1 ബേസിക്കലി നമ്മൾ എന്താണ് CNC പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിക്കുക. സോ നമ്മൾ ബേസിക്കലി എന്താണ് G കോഡ്സ് പഠിക്കും, M കോഡ്സ് പഠിക്കും. എന്നിട്ട് നമ്മൾ എന്താണ് വിൽ ബി ടീച്ചിങ് യു ടു റൈറ്റ് ദ പ്രോഗ്രാംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞ് APT ലാംഗ്വേജ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ടേണിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് മില്ലിംഗ് ഓപ്പറേഷൻസിന് APT ലാംഗ്വേജ് വെച്ച് ഇങ്ങനെ പ്രോഗ്രാം എഴുതാമെന്നതും നമ്മൾ പഠിക്കുകയും ചെയ്യും മൊഡ്യൂൾ 1. ഓക്കെ, സോ മൊഡ്യൂൾ 2 എന്താണ്? മൊഡ്യൂൾ 2 നമ്മൾ നോക്കി കഴിയുമ്പോൾ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ PLC, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. നമ്മൾ ലാഡർ ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു വിൽ ബി ഡ്രോയിങ് ഇൻപുട്ട് ഔട്ട്പുട്ട്സ് ഒക്കെ വെച്ച് നമ്മൾ ലാഡർ ഡയഗ്രാം റങ്സിൽ വെച്ച് ലാഡർ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കും. ഓക്കെ, സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, ലാഡർ, ലോജിക് പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലംസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ പ്രോബ്ലംസും. സോ അത് എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ നമ്മുടെ PLC. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ അടുത്ത പാർട്ടായിട്ട് നമുക്കുള്ളത് എന്താണ് അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ്. അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ് ആയിട്ടുള്ള നോൺ ട്രഡീഷണൽ മെഷീനിങ് പ്രോസസ് ആയിട്ടുള്ള അൾട്രാസോണിക് മെഷീനിങ് USM എന്ന് നമുക്ക് പറയാൻ പറ്റും. അബ്രസീവ് ജെറ്റ് മെഷീനിങ്, അതുപോലെ തന്നെ വാട്ടർ ജെറ്റ് മെഷീനിങ്, അബ്രസീവ് വാട്ടറും ചേർത്ത് നമ്മൾ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് എന്ന് പറയും, വാട്ടർ ജെറ്റ് മെഷീനിങ് എന്ന് പറയും. ഹൈ വെലോസിറ്റിയിൽ നമ്മൾ വാട്ടർ വെച്ച് മെഷീനിങ് ചെയ്യും. അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് നമ്മൾ പഠിക്കും. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ECM എന്ന് നമ്മൾ പറയും. ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ് EDM, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇലക്ട്രോൺ ബീം മെഷീനിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം വെൽഡിങ്, നമ്മൾ അതുപോലെ തന്നെ ലേസർ ബീം വെൽഡിംഗ് ഒക്കെ നിങ്ങൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പഠിച്ചാണ്, അതിന്റെ കണ്ടിന്യൂഷൻ. സോ അത് റിലേറ്റഡ് ഇവിടെ നമ്മൾ മെഷീനിങ് ആണ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ് ലേസർ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ലേസർ ബീം മെഷീനിങ്, പ്ലാസ്മ ആർക്ക് മെഷീനിങ്, അയോൺ ബീം മെഷീനിങ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു മൊഡ്യൂൾ 2 അതായത് നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സും പിന്നെ PLC ഡയഗ്രാമും PLC പ്രോഗ്രാമിംഗും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 3 അഡ്വാൻസ്ഡ് മെറ്റൽ ഫോമിംഗ് പ്രോസസ്. സോ നമ്മൾ ഫോമിംഗ് ഓൾറെഡി പഠിച്ചിരുന്നു.
നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഫോമിംഗ് പഠിച്ചിരുന്നു. ദിസ് ഇസ് അഡ്വാൻസ്ഡ് ഫോമിംഗ് പ്രോസസ്സാണ്. നമുക്ക് എക്സ്പ്ലോസീവ് എനർജി യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോ ഹൈഡ്രോളിക് ഫോമിംഗ് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോമിംഗ്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുക. അഡ്വാൻസ് മെറ്റൽ ഫോമിംഗ് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ വെലോസിറ്റി ഫോമിംഗ് ഓഫ് മെറ്റൽസ്, സോ ഷീറ്റ് മെറ്റൽ ഫോമിംഗ്, എക്സ്പ്ലോസീവ് ഫോമിംഗ്, ഇലക്ട്രോ ഹൈഡ്രോളിക് ഫോമിംഗ്, ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോമിംഗ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ടൈപ്പ് ഓഫ് സ്ട്രെസ് വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കും. അതുപോലെ തന്നെ എന്താണ് റിലേഷൻ അറ്റ് ഫ്രീ ബൗണ്ടറീസ്, വി വിൽ ബി നീഡിങ് നമ്മുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ റിലേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ പഠിക്കും, റിലേറ്റീവ് പാർട്ടിക്കൽ വെലോസിറ്റിയെ കുറിച്ച് കേട്ടോ. സോ മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്. അടുത്ത് നമ്മൾ ഇതിൽ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുക എന്താണ് മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ് ആയിരിക്കും. ഓക്കെ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്താണ് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ ലീഗ പ്രോസസ് എന്താണ് നമ്മൾ പഠിക്കും. ഓക്കെ, പ്രഷർ വേപ്പർ ഡെപ്പോസിഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ സോറി കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്താണ് നമ്മൾ പഠിക്കും, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്താണെന്ന് പഠിക്കും, സോ ലീഗ പ്രോസസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോ മെഷീനിങ്ങിൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുക, ഡയമണ്ട് ടോൺ മെഷീനിങ്. സോ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലെയ്ത്തിലൊക്കെ നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിട്ട് ഇവിടെ നമ്മൾ ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ബെറ്റർ പ്രിസിഷൻ അല്ലെങ്കിൽ അക്യൂറസി, ബെറ്റർ സർഫസ് ക്വാളിറ്റി ഓഫ് മെഷീനിങ് ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, മൈക്രോ മെഷീനിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അതിന് നമ്മൾ ഡയമണ്ട് ടേൺ മെക്കാനിസം ഒക്കെ നമ്മൾ പറയാം. സോ ഇതാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 നമ്മൾ നോക്കുന്നത് അഡ്വാൻസ്ഡ് മെറ്റൽ ഫോമിംഗ് ടെക്നിക്സ് നമ്മൾ നോക്കും, അതുപോലെ തന്നെ മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്തൊക്കെയാണ്, അഡ്വാൻസ്ഡ് മെറ്റൽ ഫോമിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും, ആൻഡ് ഓൾസോ എന്താണ് മൈക്രോ മെഷീനിങ് നമ്മൾ എന്ത് ചെയ്യുന്നു മൊഡ്യൂൾ 3 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. മൊഡ്യൂൾ 4 നമ്മൾ വരുമ്പോൾ അഡ്വാൻസ്ഡ് ഫിനിഷിംഗ് പ്രോസസ് ആയിരിക്കും നമ്മൾ നോക്കുക. എന്താണ് അഡ്വാൻസ്ഡ് ഫിനിഷിംഗ് പ്രോസസ്? അവിടെ നമ്മൾ നോക്കുക അബ്രസീവ് ഫ്ലോ മെഷീനിങ് എന്താണ്, മാഗ്നറ്റോറിയോളജിക്കൽ ഫ്ലൂയിഡ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും, മാഗ്നറ്റിക് അബ്രസീവ് ഫിനിഷിംഗ് എന്താണ്, മാഗ്നറ്റോറിയോളജിക്കൽ ഫിനിഷിംഗ് എന്താണ്, നമ്മൾ മാഗ്നറ്റോറിയോളജിക്കൽ ഫ്ലൂയിഡ് എന്താണെന്നൊക്കെ പഠിക്കും. സോ മാഗ്നറ്റോറിയോളജിക്കൽ അബ്രസീവ് ഫ്ലോ മെഷീനിങ് എന്താണ് നമ്മൾ നോക്കും, മാഗ്നറ്റിക് ഫ്ലോട്ട് പോളിഷിംഗ്, ഇതെല്ലാം എന്താണ് ഫിനിഷിംഗ് പ്രോസസ് ആണ്, സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സുകളാണ്. സോ അതുപോലെ തന്നെ എലാസ്റ്റിക് എമിഷൻ മെഷീനിങ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുക മൊഡ്യൂൾ 4 മെറ്റീരിയൽ അഡീഷൻ പ്രോസസ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മൊഡ്യൂൾ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക മെറ്റീരിയൽ അഡീഷൻ പ്രോസസ്. സോ നമുക്ക് 3D പ്രിന്റിംഗ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ നമുക്കറിയാം. സോ അതാണ് മെറ്റീരിയൽ അഡീഷൻ പ്രോസസ്. ഓക്കെ, സോ സ്റ്റീരിയോ ലിത്തോഗ്രഫി, അതുപോലെ തന്നെ സെലക്ടീവ് ലേസർ സിന്ററിംഗ്, ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡലിംഗ്, നമുക്ക് പല കോളേജസിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡലിംഗ്, നമുക്ക് പ്രോജക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡലിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. ലാമിനേറ്റഡ് ഒബ്ജക്ട് മാനുഫാക്ചറിങ്, അതും കോമൺലി കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ലാമിനേറ്റഡ് ഒബ്ജക്ട് മാനുഫാക്ചറിങ്. നമുക്കൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു പേപ്പറിൽ ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ലാമിനേറ്റഡ് ഒബ്ജക്ട് മാനുഫാക്ചറിങ്. അതുപോലെ തന്നെ ലേസർ എഞ്ചിനീയർഡ് നെറ്റ് ഷേപ്പിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ മൊഡ്യൂൾ 4 ബേസിക്കലി നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്, അഡ്വാൻസ്ഡ് ഫിനിഷിംഗ് പ്രോസസ്സ് നോക്കും, മെറ്റീരിയൽ അഡീഷൻ പ്രോസസ്സും നമ്മൾ എന്താണ് മൊഡ്യൂൾ 4 നമ്മൾ നോക്കുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 4. സോ നമ്മുടെ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിൽ ഇത്രയും ടോപ്പിക്സുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ നമുക്കുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് തീർച്ചയായിട്ടും നമുക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ധാരണ വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് എപ്പോഴും വേണം. സോ ആ ക്യൂരിയോസിറ്റി നമുക്ക് അതാണ് നമുക്ക് ആ സബ്ജക്റ്റ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടുന്നത്. സോ വി ഡെഫിനറ്റ്ലി നീഡ് ടു നോ എന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, എവിടെയൊക്കെയാണ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വളരെ ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ പഠിക്കുകയും ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കുന്നത് കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ. സോ കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ സിസ്റ്റം നമ്മൾ എന്താണ് വൈഡ്ലി യൂസ്ഡ് ഇൻ മോഡേൺ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഫോർ എന്താണ് പ്രിസൈസ് മെഷീനിങ് ഓപ്പറേഷൻ സച്ച് ആസ് എന്താണ് ടേണിംഗ്, മില്ലിംഗ്, ഡ്രില്ലിംഗ്, എൻഷുറിംഗ് എന്താണ് ഹൈ അക്യുറസി, റിപ്പീറ്റബിലിറ്റി ആൻഡ് ഓട്ടോമേഷൻ. നമുക്കറിയാം ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ് നമുക്ക് എന്താണ് നമുക്കൊരു വളരെ അധികം ഒരു അക്യുറസി നമുക്ക് ലഭിക്കുന്നില്ല. കൺവെൻഷണൽ ലേറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് അക്യുറസി കിട്ടും,
ഒരു റിപ്പീറ്റബിലിറ്റി നമുക്ക് ലഭിക്കില്ല. പിന്നെ എന്താണ്, ഒരു മാസ് പ്രൊഡക്ഷൻ നമുക്ക് ഇത് വളരെ സിമ്പിളാണ്. നമുക്കൊരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നു, ആ പ്രോഗ്രാമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മെഷീൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിനനുസരിച്ച് കമാൻഡ്സിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട് മെഷീൻ ചെയ്ത് എടുക്കുകയാണ് CNC നടക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് എന്താണ്, അവിടെ നമുക്ക് എന്താണ്, വി നീഡ് ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്താണ്, ഒരു ഹ്യൂമൻ ലേബർ തീർച്ചയായിട്ടും അവിടെ വേണം. റിപ്പീറ്റബിലിറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും വരികയും ചെയ്യും. ഓക്കെ, സോ അടുത്തെന്താണ്, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ ആണ് PLC. സോ PLC പ്രോഗ്രാം നമുക്കറിയാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു PLC പ്രോഗ്രാമിംഗ് എന്തിനാണ്, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു മോട്ടോർ ഓൺ ചെയ്യാം, കംപ്ലീറ്റ് ഓട്ടോമേഷൻ എന്ന് കരുതുക. ഞാനൊരു മോട്ടോർ ഓൺ ചെയ്യുന്നു, ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി എനിക്ക് വാൽവ് ഓപ്പൺ ആകണം. ഓക്കെ, അതുപോലെ തന്നെ മോട്ടോർ ഓഫ് ആയി കഴിഞ്ഞ ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്താണ്, വാൽവ് ക്ലോസ് ആകണം. സോ ഇങ്ങനെയുള്ള ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, PLC പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ നമ്മുടെ എന്താണ്, മാനുവൽ വർക്ക് കുറച്ചൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു വർക്ക് പ്ലാൻ അല്ലെങ്കിൽ ഒരു മെക്കാനിസം റൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, PLC പ്രോഗ്രാമിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ എക്സ്റ്റെൻസീവ്ലി അപ്ലൈഡ് ഇൻ എന്താണ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റംസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫോർ കൺട്രോളിങ് മെഷീനറി. ഒരു മെഷീൻ ലൈൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു അസംബ്ലി ലൈൻ. സോ ഫോർ എക്സാമ്പിൾ ഒരു കാർ കമ്പനി ഒക്കെ ആണെന്ന് വിചാരിക്കുക. സോ അവിടെ ഒരു അസംബ്ലി ലൈൻ ഉണ്ടാവും. സോ ഇത്ര നേരമാണ് ഒരു കാറിന്റെ പാർട്ട് അസംബ്ലി ചെയ്യാൻ ഇത്ര നേരമാണ് അസംബ്ലി ചെയ്യുന്നു, ദാറ്റ് ഓട്ടോമാറ്റിക്കലി മൂവ്സ് ടു ദ നെക്സ്റ്റ് പോർഷൻ. ഇവിടെ ഇത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, ഒരു ഡ്വെൽ പീരീഡ് പോലെ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നു, പിന്നെ അത് ഓൺ ആവുന്നു. സോ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് ഓട്ടോമേഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന എന്താണ്, PLC നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അസംബ്ലി ലൈൻസിൽ ഞാൻ പറഞ്ഞതുപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റംസിൽ ലൈക്ക് കൺവെയർ സിസ്റ്റംസിലൊക്കെ, അതുപോലെ തന്നെ പ്രോസസ് ഇൻഡസ്ട്രീസ് ലൈക്ക് ഓയിൽ, ഗ്യാസ് ആൻഡ് പവർ പ്ലാന്റ്സിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. സോ നെക്സ്റ്റ് എന്താണ്, അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ്. സോ പ്രോസസ് ലൈക്ക് എന്താണ്, EDM ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്, അല്ലെങ്കിൽ ECM ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, ലേസർ ബീം മെഷീനിങ്, അൾട്രാ സോണിക് മെഷീനിങ്, ഇതൊക്കെ എന്താണ്, വളരെ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സ് നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും വിത്ത് ഹയർ അക്യുറസി. പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ഒക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രഡീഷനിലൂടെ പറ്റില്ല. സോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ലേസർ ബീം മെഷീനിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം മെഷീനിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ യൂസ് ഫോർ എന്താണ്, മെഷീനിങ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. സോ വളരെ ഹാർഡായിട്ട് നമുക്ക് ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വളരെ ഹാർഡായിട്ട് മെഷീൻ ചെയ്യാൻ പറ്റുന്ന ചില മെറ്റീരിയൽസ് എന്താണ്, ഇറ്റ് ഇസ് ഹാർഡ് ടു മെഷീൻ ആണ് അല്ലെ. ആ ടൈപ്പ് മെറ്റീരിയൽസ് പോലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, മെഷീൻ ചെയ്യാൻ പറ്റുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ്, നോൺ ട്രഡീഷണൽ മെഷീനിങ് പ്രോസസ് നമുക്ക് പറയാൻ പറ്റും. സോ ഇൻട്രിക്കേറ്റ് ഷേപ്സ്, നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാം. മൈക്രോ ഫീച്ചേഴ്സ് ഇൻ എയ്റോസ്പേസ്, ബയോമെഡിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്ത് എന്താണ്, ഹൈ അക്യുറസി ആൻഡ് എന്താണ്, മൈക്രോ ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് നോൺ ട്രഡീഷണൽ മെഷീനിങ് പ്രോസസ്സിലൂടെ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അഡ്വാൻസ്ഡ് മെറ്റൽ ഫോമിംഗ് പ്രോസസ്. ഓക്കെ, സോ ടെക്നിക്സ് സച്ച് എന്താണ്, ഹൈ വെലോസിറ്റി ഫോമിംഗ്. സോ നമ്മുടെ ഈ ട്രഡീഷണൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഹൈ വെലോസിറ്റി ഫോമിംഗിൽ എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രെയിൻ റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഫോമിംഗ് പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടൂളിംഗ് ആണ്. നമുക്കൊരു പഞ്ച് വേണം, ഡൈ വേണം, അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടൂളിംഗ് ആണ്. സോ ദാറ്റ് ഇസ് ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. അതുപോലെ തന്നെ ഹാർഡ് ടു ഫോം മെഷീൻസിനെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോം ചെയ്യാൻ പറ്റുകയുമില്ല. സോ നേരെ മറിച്ച് ഇവിടെ എന്താണ്, ഒരു സിമ്പിൾ ടൂളിംഗ് സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് റിക്വയർഡ് ഉള്ള ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു വെലോസിറ്റി കൊടുത്ത് നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ മെറ്റീരിയലിനെ ഫോം ചെയ്തെടുക്കുകയാണ്. ഏത് ഹാർഡ് ടു ഫോം മെറ്റീരിയലിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ ട്രഡീഷണലിൽ നമുക്ക് ഫോമിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പ്രിംഗ് ബാക്ക് ഒക്കെ ക്രിയേറ്റ് ആവുമായിരുന്നു. സോ നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ എന്താണ്, സ്പ്രിംഗ് ബാക്സ് ഒക്കെ നമുക്ക് തീർച്ചയായും, കാരണം നമ്മൾ കൊടുക്കുന്ന ഹൈ വെലോസിറ്റി ആണ്, അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ബാക്സ് ഒക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇവിടെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താണ്, മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്. സോ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ ലീഗ പ്രോസസ്. ഈ ലീഗ കംസ് ഫ്രം എ ജർമ്മൻ, ത്രീ ജർമ്മൻ വേർഡ്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്ലൈഡ് ഇൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, മെംസ് ഡിവൈസസ്, അതുപോലെ തന്നെ തിൻ ഫിലിം കോട്ടിങ്സ്, മൈക്രോ ഇലക്ട്രോണിക്
പ്രോഡക്ട്സ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈലി പ്രിസൈസ് മൈക്രോ സ്കെയിൽ കോമ്പണൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്സോ വളരെ മൈക്രോ സ്കെയിൽ വളരെ മിനിയേച്ചർ ആയിട്ടുള്ള പ്രോഡക്ട്സ് പോലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ്. അടുത്ത എന്താണ്? സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സസ്. സർഫസ് ഫിനിഷിംഗ് പ്രോസസ് എന്താണ്? അഡ്വാൻസ് ഫിനിഷിംഗ് മെത്തേഡ്സ് ലൈക്ക് എന്താണ്? അബ്രസീവ് ഫ്ലോ മെഷീനിങ് ആൻഡ് മാഗ്നറ്റിക് അബ്രസീവ് ഫ്ലോ. സോ നമ്മളൊരു അബ്രസീവിനെ എന്ത് ചെയ്യുന്നു? വിത്ത് ഹെൽപ്പ് ഓഫ് പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇന്റേണൽ ഹോൾസിനെയൊക്കെ ഇന്റേണൽ സർഫസിനൊക്കെ മെഷീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റോ റിയോളജിക്കൽ ഫ്ലൂയിഡ് വച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മെഷീനിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ടു അച്ചീവ് ഹൈ സർഫസ് ക്വാളിറ്റി ഇൻ പ്രിസിഷൻ കോമ്പണൻസ് സച്ച് ആസ് എന്താണ്? ടർബൈൻ ബ്ലേഡ്സ് ആൻഡ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ എന്താണ്? ഫോർ സർഫസ് ക്വാളിറ്റി ഇൻ പ്രിസിഷൻ കോമ്പണൻസ് സച്ച് ആസ് എന്താണ്? ടർബൈൻ ബ്ലേഡ്സിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഇംപ്ലാന്റ്സിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ അഡ്വാൻസ്ഡ് ഫിനിഷിംഗ് മെത്തേഡ്സിലൂടെ ലഭിക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ഇസ് അഡിറ്റീവ് മാനുഫാക്ചറിങ്. 3D പ്രിന്റിംഗ് എന്ന മെറ്റീരിയൽ അഡീഷൻ പ്രോസസ് ആണ്. വിൽ ബി ആഡിങ് മെറ്റീരിയൽ എന്താണ്? നമുക്ക് ആദ്യം ഒരു 3D മോഡൽ ഉണ്ടാവും. ആ 3D മോഡലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ ബി കട്ടിങ് ദാറ്റ് 3D മോഡൽ ഇൻ ടു സെവറൽ ലെയേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ സെവറൽ ലെയേഴ്സിനെ നമ്മൾ എന്താണ്? ലെയർ ബൈ ലെയർ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ ആഡ് ചെയ്ത് നമ്മൾ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ യൂസ് ഫോർ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്, കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രീസ് ഒക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാം. ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് എയ്റോസ്പേസ്, ഓട്ടോമോട്ടീവ് ആൻഡ് ഹെൽത്ത് കെയർ. സോ 3D പ്രിന്റിംഗ് ഇപ്പം നമുക്ക് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും എയ്റോസ്പേസിലും ഒക്കെ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇപ്പോൾ, അല്ലേ? സോ ദാറ്റ് ഇസ് അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ആപ്ലിക്കേഷൻസും ഇതാണ്. സോ നമ്മൾ നമ്മുടെ 4 മൊഡ്യൂളിന്റെയും സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 4 മൊഡ്യൂളിന്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും നമ്മളിവിടെ നോക്കി കഴിയുകയും ചെയ്തു. ഓക്കെ, സോ അഡ്വാൻസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ഇതോടെ നമ്മൾ നിർത്തുകയാണ്. സോ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സിനേക്കാൾ മൈക്രോ ലെവൽ ഫിനിഷിംഗ് നമുക്ക് ലഭിക്കാനുള്ള പ്രോസസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ CNC, PLC ഇങ്ങനെയുള്ള പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് മെറ്റീരിയൽ 3D പ്രിന്റിംഗ് ആൻഡ് ഫോർ എക്സാമ്പിൾ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.